ഹായ് മക്കളെ, നമുക്ക് 21ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. അവിടെ 21ാമത്തെ ക്വസ്റ്റിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററും ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററും മിക്സ് ചെയ്ത ക്വസ്റ്റൻ ഉണ്ടോ. അപ്പൊ നോർമലി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ക്വസ്റ്റൻ ഓൾറെഡി വന്നിട്ടുണ്ട്, ഇന്റഗ്രേഷൻ ക്വസ്റ്റനും ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റൻ ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, y = f of x be the solution of ആരാ dy by dx plus x by x square minus 1 y equal to ആരാ x raised to 6 plus 4x divided by root 1 minus x square അല്ലെ. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് ലീനിയർ ഓഫ് ടൈപ്പ് 1 അല്ലേ. എന്തുകൊണ്ടാ ലീനിയർ ടൈപ്പ് 1 ആണെങ്കിലേ വൈന്റെ പവർ 1 ആയിരിക്കും, വൈന്റെ വേറെ ഫംഗ്ഷൻ ഉണ്ടാവില്ലല്ലോ. ഇവിടെ വൈന്റെ പവർ 1 അല്ലേ, വൈന്റെ വേറെ ഫംഗ്ഷൻ ഇല്ലല്ലോ. എനിവേ ഇത് ഏത് ഫോമുല മക്കളെ, dy by dx പ്ലസ് py ഈക്വൽ ടു q എന്ന ഫോമുല അല്ലേ. ഇവിടെ ആരാ p, ഇതാണ് p, py ഇത് p അല്ലെ. ആരാണ് q, ഇതാണ് q അല്ലെ. അങ്ങനെയെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ. എടാ ലീനിയർ ടൈപ്പ് 1 ആണെങ്കിലേ അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എന്താ, ആദ്യം ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആണ്. എടാ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കാണാൻ മെത്തേഡ് എന്താ, ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു e raised to integral pdx അല്ലേ അല്ലെ. അപ്പൊ എന്താ e raised to integral what is p here, p ഇതല്ലേ x by x square minus 1 dx അല്ലെ. സോ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കിട്ടാൻ ആദ്യം എന്ത് ചെയ്യണം, ഇന്റഗ്രൽ ഓഫ് x by x square minus 1 ആണ് കാണാം. എങ്ങനെയാണ്, വളരെ ഈസിയാടാ. എടാ താഴെ x square minus 1 അല്ലേ അല്ലെ. ആ x square minus 1നെ f of x എന്ന് വിളിച്ചാലേ f dash x ആരാ, ഇത് f of x ആണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക, ഈ കാണുന്ന ആള് f of x ആണെന്ന് വിചാരിക്കുക അല്ലെ. അങ്ങനെ f dash x x square minus 1 ഡെറിവേറ്റീവ് 2x അല്ലെ. 2 കുറവുണ്ട്, അപ്പൊ 2 ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ 2 ഡിവൈഡ് ചെയ്ത പോലെ അല്ലെ. അങ്ങനെയെങ്കിൽ ഇത് ആരാവും, f dash x ആവൂലേ അല്ലെ. അപ്പൊ ഈ ഇന്റഗ്രേറ്റിംഗ് വാല്യൂ എന്താ വരിക, e raised to 1/2 അവിടെ ഉണ്ട് അല്ലെ. അല്ല ഇത് ഇന്റഗ്രൽ f dash x by f of x അല്ലെ. വാട്ട് ഇസ് ഇന്റഗ്രൽ f dash x by f of x, log mod f of x അല്ലെ. സോ log mod f of x ആരോടെ mod x square minus 1 അല്ലെ. ഇതാടിക്കോളൂ ഈ 1/√, മുകളിലോട്ട് പോയാലേ. അതിന് മുമ്പേ ഈ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ, മോഡ് x square minus 1 ആണ് അല്ലെ. ഈ x square minus 1ന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ -1 to 1 ഇടയിലാ അല്ലെ. എക്സിന്റെ വാല്യൂ എന്താ, -1 1ന്റെ ഇടയിലാ. അപ്പൊ x square minus 1 ശരിക്കും നെഗറ്റീവ് ആവൂലേ, കാരണം ഇത് 1നേക്കാൾ ചെറുതല്ലടാ. x square 1നേക്കാൾ ചെറുതായാൽ ഇത് നെഗറ്റീവ് ആവൂലേ. അപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ ശരിക്കും ആ മോഡ് ഒഴിവാക്കി എങ്ങനെ എഴുതാ, 1/2 into log 1 minus x square തരാം അല്ലെ. കാരണം എന്താ, അവിടെ മോഡ് x square minus 1 ശരിക്കും രണ്ട് വാല്യൂ ഉണ്ട്. ഏതൊക്കെയാ, പ്ലസ് x square minus 1 ഉണ്ട്, മൈനസ് ഓഫ് x square minus 1 ഉണ്ട്. മൈനസ് ഓഫ് x square minus 1 എന്ന് പറഞ്ഞാൽ 1 minus x square അല്ലെ. ഇവിടെ ഞാൻ 1 minus x square എടുക്കാൻ കാരണം എന്താ, എടാ ഇവിടെ വാല്യൂ -1ന് 1ന്റെ ഇടയിലാ അല്ലെ. -1ന് 1ന്റെ ഇടയിൽ ഇതിന്റെ വാല്യൂ എന്താ, x square minus 1 വാല്യൂ നെഗറ്റീവാ. അപ്പൊ നെഗറ്റീവ് വാല്യൂ എടുത്തു, നെഗറ്റീവ് എന്താ 1 minus x square, നമുക്ക് അറിയുന്ന കാര്യം. ഓക്കെ, ഇനി ഞാനേ ഈ 1/2 ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് പവറിലേക്ക് കൊണ്ടുപോകാലോ. അപ്പൊ എന്താ e raised to log 1 minus x square raised to 1/2 അല്ലേ. 1 minus x square raised to 1/2 ആണ് റൂട്ട് 1 minus x square അല്ലേ. ഈ ലോഗ് കട്ട് ചെയ്ത ബാക്കി എന്താ നമുക്ക് ഒഴിവാക്കാം, e raised to log x അല്ലേ. അപ്പൊ എന്താ റൂട്ട് 1 minus x square, ഇതാണ് ഇത് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ അല്ലെ. നമുക്ക് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കിട്ടിയാലേ സൊല്യൂഷൻ എന്താ, ഇന്റഗ്രേറ്റീവ് ഫാക്ടറുടെ സൊല്യൂഷൻ y into ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q into ഇന്റഗ്രേറ്റീവ് ഫാക്ടർ dx അല്ലേ വരിക അല്ലെ. അത് ഇവിടെ അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കും, എന്താ വരിക, y into ഇന്റഗ്രേറ്റീവ് ഫാക്ടർ. അവിടെ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആരോടെ, റൂട്ട് 1 minus x square അല്ലേ, ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q into q ഇതല്ലടാ x raised 6 plus 4x divided by root of 1 minus x square into ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എന്താ, റൂട്ട് 1 minus x square അല്ലേ. അപ്പൊ ഇതൊന്നും കട്ട് ചെയ്തില്ലേ അല്ലെ. അപ്പൊ എന്തായിട്ട് മാറി ഇവിടെ, y into റൂട്ട് 1 minus x square, ബാക്കി ആരാ, y into റൂട്ട് 1 minus x square ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് x raised 6 plus 4x അല്ലേ. സോൾവ് ചെയ്താൽ y into root of 1 minus x square, what is integral of x raised 6, x raised to 7/7 plus 4 into what is integral of x square by 2 അല്ലെ. ഈ 2ഉം 4ഉം by 2 അല്ലേ വരാ, എന്താ 2x square. ഇതാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചാണ്ട് സോൾവ് ചെയ്താൽ കിട്ടുന്ന കാര്യം. അത് ഓക്കെ, പരിപാടി കഴിഞ്ഞില്ല. ഓക്കെ, ഇനി എന്താ, ഈ ക്വസ്റ്റിൽ പറഞ്ഞെന്താ, f(0) എന്താ 0 അല്ലെ. ഇത് f of x ആയതുകൊണ്ട് ഇതിനെ x0 y0 എന്നല്ലേ. എന്തുണ്ടാവുക, x0 y0 എന്ന് പറഞ്ഞത് c കാണുന്ന ഇൻഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പൊ x-ന് 0 കൊടുക്കും, y0 ആയാലും എന്താ വരിക, ഇവിടെ y0 അല്ലേ, മൊത്തം 0 ആയി. ഇവിടെ 0 പ്ലസ് c അല്ലേ. അപ്പൊ c എന്താണ്, 0 ആണ്, c0 അല്ലെ. അപ്പൊ ഫംഗ്ഷൻ എന്താ, ഫംഗ്ഷൻ ഒന്നുകൂടി വൃത്തിയാക്കി എഴുതാൻ വേണ്ടി ഞാനേ ശ്രദ്ധിക്കണേ, ഇതാ
y ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ ക്രോസ് എന്ന് വരിക എക്സ് റേസ് 7 പ്ലസ് 7 ഇൻറ്റു 14 അല്ലേ, 14 എക്സ് സ്ക്വയർ ബൈ 7. ഇത് ഇങ്ങോട്ട് എന്തായി y ഈക്വൽ ടു ആരാ എക്സ് റേസ് 7 പ്ലസ് 14 എക്സ് സ്ക്വയർ ബൈ 7 ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലെ. y ആരാ എക്സ് റേസ് ടു 7 പ്ലസ് 14 എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 7 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് കിട്ടി അല്ലെ. ഇത് നമുക്ക് എന്താണ് ഇതുവരെയും ആൻസർ ആയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ സോറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ടോപ്പിക് അവിടെ അവസാനിച്ചു. ഇപ്പൊ ടോപ്പിക് ക്വസ്റ്റ്യൻ അവിടെ അവസാനിച്ചു. ഇനി അവസാനം എന്താ ഉള്ളത് ഇതല്ലേ അല്ലെ. അതിൽ ഞാൻ ഈ പോർഷൻ മാത്രം എടുക്കുകയാണ്. എന്താണ് ഇന്റഗ്രൽ -1/2 to 1/2, ഇന്റഗ്രൽ -1/2 to 1/2 എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. ഇവിടെ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഇതല്ലേ, ഇതല്ലേ എന്റെ ഫംഗ്ഷൻ പ്ലസ് ഡിവൈഡ് ബൈ 7 റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇത് ഞാനേ 7 രണ്ടാക്കും കൊടുത്താൽ എന്താ തരാ 7 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ എന്താ 7 റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാലോ അല്ലെ. ഇങ്ങനെ എഴുതാൻ കാരണം എന്താ എടാ ഇന്റഗ്രൽ -a to a ഓഡ് ഫംഗ്ഷൻ 0 അല്ലേ. ഇന്റഗ്രൽ ഓഫ് നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് -a to a ഓഡ് ഫംഗ്ഷൻ എന്താ 0. ഇന്റഗ്രൽ -a to a ഈവൻ ഫംഗ്ഷൻ എന്താ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to a ഫംഗ്ഷൻ അല്ലേ വരിക നമുക്കറിയാം. എടാ ഇവിടെ ഈ കാണുന്ന ഫംഗ്ഷൻ ഓഡല്ലേ. എന്തുകൊണ്ടാ എടാ താഴെ കാണുന്ന ആൾ എക്സ് സ്ക്വയർ ഒക്കെയാണ് അല്ലെ. അപ്പൊ താഴെ കാണുന്ന ആൾ ഈവൻ ആണ്. ഈവൻ നമ്മൾ എപ്പോഴും പോസിറ്റീവ് സൈൻ കൊടുക്കൂലേ അല്ലെ. മുകളിൽ എക്സ് റേസ് ടു 7 ആണ്. എക്സ് റേസ് ടു 7 എക്സ് റേസ് ടു ഓഡ് നമ്പർ ആണെങ്കിൽ അത് നെഗറ്റീവ് അല്ലേ വരിക. അത് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നെഗറ്റീവ് ബൈ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ. അതായത് ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇന്റഗ്രേഷൻ വാല്യൂ എന്താണ് 0 ആണ് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ പറയുക ഇന്റഗ്രൽ -1/2 to 1/2 എടാ 14/7 2 അല്ലേ വരിക. 2x സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലെ. ഇങ്ങനെയായിട്ട് ചുരുങ്ങി. ഇനി ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാ ഈ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം എക്സ് സ്ക്വയറും ഈവൻ ആണ്, ഇതും ഈവൻ ആണ്. ഈവൻ ബൈ ഈവൻ ഈവൻ ആണ്. ഇവിടെ ഓഡ് ബൈ ഈവൻ ഓടാണ്. പക്ഷെ ഇവിടെ ഈവൻ ബൈ ഈവൻ എന്താ ഈവൻ ആണ്. ഓക്കെ, അങ്ങനെ ഇതെന്ത് വരിക 2 പുറത്ത് വെച്ചു അല്ലെ. ദെൻ ഈവൻ ഫംഗ്ഷൻ ആയാലേ ഇന്റഗ്രൽ -a to a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 0 to a ആവൂലേ. അപ്പൊ എന്താ 2 ഇൻറ്റു -1/2 എന്താ പ്രോപ്പർട്ടി അപ്ലൈ ആണ് 0 to 1/2 എക്സ് സ്ക്വയർ ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എന്താ 4 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1/2 എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നായി ചുരുങ്ങി. ഓക്കെ, ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഇന്റഗ്രേഷൻ പഠിപ്പിച്ച് പറഞ്ഞാണ് റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എവിടെ കണ്ടാൽ നിങ്ങൾ എക്സ് എന്ത് കൊടുക്കുക, ഒന്നെങ്കിൽ സൈൻ തീറ്റ കൊടുക്കുക അല്ലെങ്കിൽ കോസ് തീറ്റ കൊടുക്കുക. ഓക്കെ, സപ്പോർട്ട് എക്സ് ഈക്വൽ സൈൻ തീറ്റ, എക്സിന് സൈൻ തീറ്റ കൊടുക്കുക. അവിടെ എക്സ് സൈൻ തീറ്റ ഡി എക്സ് ആരാ കോസ് തീറ്റ ഡി തീറ്റ അല്ലേ അല്ലെ. സോ അത് കൊടുത്താലേ 4 ഇൻറ്റു അഗെയിൻ എടാ ഇവിടെ ശ്രദ്ധിക്കണേ ഇത് ഡി എക്സ് ആകുമ്പോൾ ഇതും എക്സ് അല്ലേ, എക്സ് 0 ഇത് x 1/2 അല്ലേ അല്ലെ. അങ്ങനെയെങ്കിലേ ഇത് ഞാൻ ഡി തീറ്റ ആകുമ്പോൾ എക്സ് സ്ക്വയർ എന്തായി എക്സ് സൈൻ തീറ്റ അല്ലേ. അപ്പൊ എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, ഡി എക്സ് എന്താ കോസ് തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ. റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ അല്ലേ. അഗെയിൻ ഉള്ളിലെ തീറ്റ ആവുമ്പം ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തീറ്റ ആവില്ലേ അല്ലെ. അങ്ങനെ എക്സ് 0 ആകുമ്പോൾ തീറ്റ എന്താ എക്സ് 0 ആകുമ്പോൾ സൈൻ തീറ്റ 0 അല്ലേ, സൈൻ തീറ്റ 0 തീറ്റ 0 അല്ലേ അല്ലെ. ദെൻ ഇവിടെ എക്സ് എന്താ 1/2 അല്ലേ. അവിടെ എക്സ് 1/2 ആകുമ്പോൾ സൈൻ തീറ്റ 1/2 അല്ലേ, സൈൻ തീറ്റ 1/2 ആകുമ്പോൾ തീറ്റ π/6 അല്ലേ. ഞാൻ ചുരുങ്ങി. ഓക്കെ, അപ്പൊ കോസ് തീറ്റയും കട്ട് ചെയ്യാലോ. അപ്പൊ എന്താ 4 ഇൻറ്റു ഇന്റഗ്രൽ 0 to π/6 അല്ലെ. അവിടെ ഇന്റഗ്രൽ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ അല്ലേ. വാട്ട് ഈസ് ഇന്റഗ്രൽ സൈൻ സ്ക്വയർ തീറ്റ. ഇന്റഗ്രൽ സൈൻ സ്ക്വയർ തീറ്റ വന്നാൽ സൈൻ സ്ക്വയർ തീറ്റ എങ്ങനെ മാറ്റാം 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്നാക്കാലോ. ഡി തീറ്റ 2 4 ബൈ ബാക്കി 2 അല്ലേ. അപ്പൊ എന്താ ഇവിടെ തന്നെ 2 ഇൻറ്റു ഇന്റഗ്രൽ 1 തീറ്റ അല്ലേ തീറ്റ മൈനസ് വാട്ട് ഈസ് ഇന്റഗ്രൽ കോസ് 2 തീറ്റ സൈൻ 2 തീറ്റ ബൈ 2 അല്ലേ. ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് ആരാ π/6. ഓക്കെ, അഗൈൻ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക എന്താ 2 ഇൻറ്റു തീറ്റ π/6 ആയി π/6 അല്ലെ. സൈൻ 2 ഇൻറ്റു π/6 സൈൻ π/3 അല്ലേ. അത് റൂട്ട് 3/2/2 അല്ലേ വരാ റൂട്ട് 3/4. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട 0 ആണ്, അത് മൊത്തം 0 ആയി പോകും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി ഈ 2 കൊടുത്താൽ 2 ഇൻറ്റു π/6 π/3 അല്ലേ മൈനസ് 2 ഇൻറ്റു റൂട്ട് 3/4 റൂട്ട് 3/2 അല്ലേ വരിക. ആൻസർ ആയില്ല. ഓക്കെ, അപ്പൊ എന്ത് π/3 മൈനസ് റൂട്ട് 3/2 അതായത്
ഇതിന്റെ വാല്യൂ ആണെന്നത് π/3 മൈനസ് √3/2. എനിക്ക് വേണ്ട 6 ഇൻറ്റു അല്ലേ അല്ലെ? അപ്പൊ എന്താണ് വരിക? 6 ഇൻറ്റു ഇതാകുമ്പോൾ വരിക 6 ഇൻറ്റു ആകുമ്പോൾ 6 ഇൻറ്റു ഇതിന്റെ വാല്യൂ എന്ത് കിട്ടി? π/3 മൈനസ് √3/2. What is 6 into π/3? 2π. അല്ലെ? What is 6 into √3/2? 6/2 3 അല്ലേ? 3√3. ഇതെന്താന്ന് പറഞ്ഞു? 2π മൈനസ് ആൽഫ അല്ലേ? അല്ലെ? ക്വസ്റ്റ്യൻ ഇത് 2π മൈനസ് ആൽഫ എന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ ആൽഫ എന്താണ്? 3√3 അല്ലേ? സോ ആൽഫ ഈക്വൽ ടു 3√3 ആണ്. കാണുന്നത് ആൽഫ സ്ക്വയർ അല്ലേ? വാട്ട് ഇസ് ദാറ്റ്? 3√3യുടെ സ്ക്വയർ 9 into 3 27 ആണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് അധികം ലെങ്തി ആണ്, കുറെ കാൽക്കുലേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ കുറച്ചധികം സമയം അവിടെ വേസ്റ്റ് ആവുന്നുള്ളൂ. ഓക്കെ, സോ വൃത്തിയായി മനസ്സിലാക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.